ചാനൽ 91 ന്യൂസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ 50% മുകളിൽ വോട്ട് കിട്ടി ജയിച്ച UDF ജയിച്ച 8 മണ്ഡലങ്ങളെയാണ് ആദ്യമായി ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളെയും വിശകലനം ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞ തവണ 50% മുകളിൽ ലഭ്യമായ UDFന് ലഭ്യമായ വോട്ടടിസ്ഥാനത്തിലുള്ള 8 മണ്ഡലങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞങ്ങൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് അവലോകനത്തിൻ്റെ ഭാഗമായി പല ജില്ലകളിലും സഞ്ചരിച്ചിരുന്നു. ഞങ്ങളുടെ പല പ്രതിനിധികളോടും പല മണ്ഡലങ്ങളിൽ നിന്നും സംസാരിക്കുകയും രാഷ്ട്രീയ നിരീക്ഷകരോട് അഭിപ്രായം ആരായുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ നിഷ്പക്ഷമായ ഒരു വിലയിരുത്തലാണ് നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പോപ്പുലേഷനിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കും, അല്ലേ സാറേ? അതെ. അസാമാന്യമായ ചൂടാണ്, പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അരയും തലയും മുറുക്കി സ്ഥാനാർത്ഥികളെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്തെന്നില്ലാത്തൊരു ആവേശം ഇത്തവണ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. പ്രധാനമായും ഈ രാഷ്ട്രീയമായി എതിരാളികളെ നേരിടുന്നതിന് പകരം വ്യക്തിപരമായി നേരിടുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നു. മറ്റൊന്ന്, ഈ പാർട്ടി മാറും. ഇന്ന് ആര് മാറുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയത്തിലൂടെയാണ്. ഇന്നലെ ഇപ്പോൾ നമ്മളത് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ സഖാവ് രാജേന്ദ്രൻ അവസാന ആളായി ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, കേരളത്തിന് മുൻപ് ഇത്തരം ഒരു പ്രതിഭാസം ഇല്ല, അപൂർവമാണ്. ഇല്ലെന്ന് തന്നെ പറയാം, ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ഏറ്റവും തലം തുറന്ന ലീഡറുടെ മകൾ ഉൾപ്പെടെ. അതെ. പക്ഷെ സാർ, ഈ പോക്ക് കൊണ്ടൊന്നും BJP ഗുണം ചെയ്യുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അല്ല, സാറ് പറഞ്ഞത് മുൻപെന്നത്തെക്കാളിലും ഒരു ആവേശവും ഒരു വാശിയും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു തുടങ്ങി. എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം പ്രധാനമായിട്ട് മുൻകാലങ്ങളിൽ ഇരു മുന്നണികൾ ആണ് ഇവിടെ. മറ്റൊരു മുന്നണി കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നില്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ. പക്ഷേ ഇത്തവണ BJPയെ ഇരു മുന്നണികളും ഭയക്കുന്നു എന്നതാണ് 100%. BJPക്ക് കഴിഞ്ഞ കാലം 2019 സാർ. 2019 മിക്ക ഇടങ്ങളിലും 10% താഴെയാണ് വോട്ടിംഗ്. പക്ഷേ ഇത്തവണ നമുക്ക് നിഷ്പക്ഷമായി സംസാരിക്കാം. അല്ല, എനിക്ക് തോന്നുന്നു ഒരു 16% പത്തനംതിട്ട അതുണ്ട്. ചിലയിടങ്ങളുണ്ട്. ഞങ്ങൾ ഒരു ഓട്ടപ്രദർശനമൊക്കെ എല്ലായിടത്തും നടത്തിയതാണ്. വിവിധ ജില്ലകളിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ പോവുകയും പലരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കഴിഞ്ഞ വർഷം 50% മുകളിൽ UDFന് വോട്ട് കിട്ടിയ ഒരു 8 മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഒരു ചെറിയ ഒരു അവലോകനം. കഴിഞ്ഞ വർഷം മീൻസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വോട്ടിന് മുകളിൽ UDFന് കിട്ടിയ 8 മണ്ഡലങ്ങൾ ആദ്യം നമുക്ക് ഇത്തവണ ഒന്ന് പരിശോധിക്കാം. അതെ, അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ മണ്ഡലം രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട് 50% മുകളിലേക്ക് വന്ന പോൾ ചെയ്ത വോട്ടിന്റെ 50% മുകളിലേക്ക് 64.64 എന്ന് കിട്ടിയ. അപ്പൊ ആ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ UDFനെ സംബന്ധിച്ച് ആ മണ്ഡലം സുരക്ഷിതമാണ്. അതിന് വേറൊരു കാരണം കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണയെക്കാട്ടിൽ ഒരുപടി കൂടെ മുമ്പോട്ട് പോകുന്നതാണ് സംശയം. അതിന് കാരണം അവിടെ ആനിരാജയാണ് ഇത്തവണ LDFന്റെ സ്ഥാനം, CPI ആണ്. അപ്പോൾ ആനിരാജയെ സംബന്ധിച്ച് ആ മണ്ഡലത്തിൽ എത്രത്തോളം വോട്ടർമാരെ സ്വാധീനം ചെലുത്താമെന്നും CPIയുടെ വയനാട്ടിലെ സംഘടനാ സംവിധാനവും LDFന്റെ മൊത്തത്തിലുള്ള ഒരു സാഹചര്യം കൂടെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വോട്ടിംഗ് ശതമാനം കൂടുമെന്നാണ് ഒരു പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. BJP വളരെ ഗൗരവമായി ഈ ഇലക്ഷനെ കാണുന്നു. കാരണം BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളിയാണ് കഴിഞ്ഞ വർഷം അവിടെ ബലിയാടാക്കിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ അറിയാലോ, രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് തോൽക്കാൻ വേണ്ടി തന്നെയാണ് അവർ മത്സരിക്കുന്നത്. നമുക്ക് ഇത്തവണയും വയനാട് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് UDFന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ അവിടെ വേറെ ഒന്നും അത്ഭുതം സംഭവിക്കാൻ സാധ്യതയില്ല. വയനാട്ടിനെ സംബന്ധിച്ചൊരു കോൺഗ്രസ് പാരമ്പര്യമുള്ള മണ്ഡലം കൂടിയാണ്. അടുത്ത് നമുക്ക് ഈ മലപ്പുറം
എപ്പോഴും മലപ്പുറം എപ്പോഴും പച്ചയാണ്. സുരക്ഷിതമായ മുസ്ലിം ലീഗിന്റെ കുത്തകയായിട്ടുള്ള ഒരു മണ്ഡലമാണ്. അതെ അതെ. കഴിഞ്ഞ വർഷം നമുക്കറിയാം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. 57%. അപ്പോൾ അത് പക്ഷേ അവിടെ ഇത്തവണ ഈ പൗരത്വ ഭേദഗതി ബില്ല് സജീവമായിട്ട് ചർച്ചയാവുന്ന ഒരിടമാണ്. കാരണം വ്യക്തമായി ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതെ. ഇപ്പോൾ നമ്മുടെ ഇത്തവണ കഴിഞ്ഞ തവണ VP സാനായിരുന്നു 31% LDF-ന് വേണ്ടി. അതെ അതെ. വി ഉണ്ണികൃഷ്ണൻ വെറും 7.96% വോട്ടാണ് കഴിഞ്ഞ തവണ അവിടെ കിട്ടിയിരിക്കുന്നത്. ഇത്തവണ മുസ്ലിം ലീഗിൻ ഒരാളെ എടുത്ത് അങ്ങോട്ട് വെച്ചു, മറ്റൊരാളെ എടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഇപ്പോൾ വസീഫാണ് അവിടെ. ET മുഹമ്മദ് ബഷീറാണ്. അവിടുത്തെ UDF സാരഥി. വസീഫാണ് സാറ് പറഞ്ഞ പോലെ CPM-ന്റെ സ്ഥാനാർത്ഥി. ഡോക്ടർ അബ്ദുൾ സലാം BJP വേണ്ടി മത്സരിക്കുക. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ അടുത്ത സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റിയില്ല എന്നൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാര്യമായിട്ട് ശ്രദ്ധിച്ചത് മാത്രമല്ല, യഥാർത്ഥത്തിൽ അത് സത്യമല്ല. കാരണം അദ്ദേഹത്തിന് ഇത് ഒരു ചെറിയ കാര്യമല്ലല്ലോ പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നത്. അതെ അതെ. ഇദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചില്ല. അദ്ദേഹം പിന്നെ പാലക്കാട് ജില്ലയുമായിട്ട് ഈ മണ്ഡലത്തിന് ബന്ധമില്ല. ഇല്ല. പക്ഷേ അത് അവിടെയാണ് നമ്മുടെ ഈ മാധ്യമങ്ങളുടെ ഒരു അവർക്ക് എപ്പോഴും നെഗറ്റിവിറ്റി കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ജനകീയ മുഖവും അദ്ദേഹം മുൻപ് വന്ന ഒരു തലം, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്നു, വൈസ് ചാൻസലറായിരുന്നു എന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഇമേജ് ഉണ്ട്. അതൊരു ഫാക്ടറാണ്. അത് ഇത്തവണ വോട്ടുകളായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും മലപ്പുറം വേറൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. അവിടെ UDF-ന്റെ പക്ഷത്ത് UDF സേഫാണെന്ന് നമുക്ക് പറയാം. MP ആയി പിന്നെ നമ്മുടെ ET മുഹമ്മദ് ബഷീർ തന്നെ. സാർ, ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോകാം. ഇവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. ഇടുക്കിയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ മണിയാശാൻ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത്. സാറിനറിയാലോ, കൊല്ലം നമ്മുടെ പിണറായി വിജയൻ സഖാവിൻ്റെ ഒരൊറ്റ പരനാറി പ്രയോഗത്തിലാണ് NK പ്രേമചന്ദ്രൻ 1,25,000 മുകളിൽ ഭൂരിപക്ഷം കിട്ടിയത്. അതായത് കേരളത്തിൽ ആര് പറഞ്ഞാലും ഈ നിഷ്പക്ഷരായിട്ടുള്ള ഏകദേശം 40% വരുന്നവരാണ് ആരധികാരത്തിൽ എത്തണം എന്ന് തീരുമാനിക്കുന്നത്. അവരിതൊക്കെ കേൾക്കുന്നുണ്ട്. സാർ, മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ ചെയ്തിട്ടുമുണ്ട്. നമ്മൾ എത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയാലും എത്ര പോസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാലും കേരള ജനത അവരുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു ആർക്ക് വോട്ട് ചെയ്യണം. ചില തീരുമാനങ്ങൾ എടുക്കും. ശരിയല്ലേ? അത് അവസാന ഘട്ടത്തിൽ ഒരു വളരെ ചെറിയൊരു ശതമാനം മൈന്യൂട്ടായിട്ടുള്ളൊരു വളരെ ചെറിയ ശതമാനം മാത്രമേ അവസാന ലാപ്പിൽ ചാൻസ് ഉള്ളൂ. പണം കൊടുത്തൊന്നും വോട്ട് മേടിക്കാൻ പറ്റില്ല. സാർ, D. കുര്യാക്കോസ് 54.21% വോട്ടാണ് അവിടെ അദ്ദേഹം കഴിഞ്ഞ തവണ നേടിയത്. ജോയ്സ് ജോർജ് ആയിരുന്നു ഇടത് സ്വതന്ത്രനായിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അദ്ദേഹം 35.61%. ബിജു രാധാകൃഷ്ണനായിരുന്നു BDJS സ്ഥാനാർത്ഥി, 8.55. ഇത്തവണ ജോയ്സ് ജോർജ് തന്നെയാണ്. ജോയ്സ് ജോർജ് CPM-ന് വേണ്ടി മത്സരിക്കുന്നു. പക്ക പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. സംഗീത വിശ്വനാഥനാണ് BDJS-ന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ ഈ ഡീൻ കുര്യാക്കോസിനെ നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ പരിക്കൊന്നും ഇല്ലാതെ കുര്യാക്കോസ് കടന്നു വരുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അത് LDF-നും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ്. BJP-ക്കോ BDJS-നോ കാര്യമായ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു മണ്ഡലം അല്ലതാണ്. അതുകൊണ്ട് BJP-യുടെ ഇപ്പോഴത്തെ ഈ ഓളത്തിൽ ഇടുക്കിക്ക് പരിക്കില്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡീൻ കടന്നുപോലും അപ്പോൾ ബാധിക്കില്ല. നമ്മൾ ഈ സംസാരിച്ച 3 മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ UDF-ന് സേഫാണ്. നാലാമത് നമുക്ക് ആലത്തൂരിലേക്കൊന്ന് പോകാം. ആലത്തൂർ ഒരുപാട് കർഷകരും കർഷക തൊഴിലാളികളുമൊക്കെയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. അവിടെ ഒരു അട്ടിമറി വിജയമായിരുന്നു രമ്യ ഹരിദാസ്. തീർച്ചയായിട്ടും ആരും പ്രതീക്ഷിക്കാത്ത വിജയമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു കണ്ടെത്തൽ കൂടിയാണ് രമ്യ ഹരിദാസ്. ഈ വനിതകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കണമെന്നുള്ളത് ചെറുപ്പക്കാരിയായ കോൺഗ്രസിനകത്ത് തന്നെ അതിനകത്ത് പല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഈ നമ്മുടെ രമ്യ ഹരിദാസ് 52.37% വോട്ട് മേടിച്ചത്. TV ബാബു ആയിരുന്നു നമ്മുടെ BDJS-ന്റെ സാരഥി. 8% അദ്ദേഹത്തിന് കിട്ടിയപ്പോഴും 8. PK ബിജു CPM-ന് വേണ്ടി 36.7. നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു PK ബിജു. നല്ല കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ഇത്തവണ അവിടെ എന്ത് സംഭവിക്കും? ആലത്തൂരിൻ്റെ പ്രിയ പുത്രി
പിന്നെ നമ്മുടെ രമ്യ ഹരിദാസ് തന്നെ ഇത്തവണ ജയിക്കാൻ സാധ്യതയുണ്ടോ? അതിൽ ചെറിയൊരു ഉണ്ട്. കൺഫ്യൂസ് ഉണ്ട്. അത് ശ്രീ കെ രാധാകൃഷ്ണൻ്റെ വരവാണ്. അതെ, കെ രാധാകൃഷ്ണൻ ഇവിടെ എൻട്രി ചെയ്തപ്പോൾ കെ രാധാകൃഷ്ണനുള്ള ഒരു ചെറിയ ഇമേജ് മൊത്തത്തിലുണ്ട്. പുള്ളിയൊരു ശാന്ത സ്വഭാവവും വലിയ വിവാദങ്ങളിലൊന്നും പെടാതെ ഒരു സഖാവാണ്. അതുപോലെ തന്നെ സ്പീക്കറൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ശ്രദ്ധേയനായ ഒരു സ്പീക്കറായിരുന്നു, ഒരു പരിധി വരെ സ്പീക്കറായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇമേജ് അദ്ദേഹത്തിന് നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ MLA മന്ത്രിയായ ഒരാളെ കൊണ്ട് ഇവിടെ നിർത്തിയതിൽ ഇടതുപക്ഷ LDFിനുള്ളിൽ തന്നെ ചില അസാരസ്യങ്ങളോടെ നിലനിൽക്കുന്നു. പ്രതിഫലിക്കാൻ ചെറിയ തോതിലെങ്കിലും അതിന് സാധ്യത ഉണ്ടെന്നാണ് ആ മണ്ഡലത്തിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. സാർ, ഇതിൻ്റെ മറ്റൊരു കേരളത്തിലൊരു ഏറ്റവും വലിയ പ്രത്യേകത ഈ ഇടതുപക്ഷത്തിനൊരു കേഡർ സ്വഭാവമുണ്ട്. അതെ, എത്ര തന്നെ പരസ്പരം ആരോപണങ്ങൾ ആയാലും ഇതൊന്നും പുറത്ത് പറയില്ല. ഇലക്ഷൻ ആകുമ്പോൾ ഇവർ ഒന്നിച്ചു കൂടും. അതെ, അതൊരു പക്ഷെ അതൊരിക്കലും കോൺഗ്രസിൽ പ്രകടമാകുന്നില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. കോൺഗ്രസിൽ പ്രകടമാകുന്നില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുമ്പുള്ള CPMൻ്റെ പാർട്ടി സംവിധാനത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇന്ന് പലരും പറയുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു, പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നു. നമ്മൾ CPMനെ സംബന്ധിച്ചൊക്കെ ഒരു പരസ്യമായിട്ട് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചില മേഖലകളിൽ ഒരു പിളർപ്പൊക്കെ ഉണ്ടാകുമെന്ന് ഒരു 20 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്ര സുശക്തമായിരുന്നു സംഘടനാ സംവിധാനം. പക്ഷേ അതിൽ നിന്ന് ഇപ്പം മാറ്റം വന്നിരിക്കുന്നത് എത്രയോ ജില്ലകളിൽ ഇന്നത്തെ പത്രം നമ്മൾ കണ്ടത് തന്നെ DYFI ഉൾപ്പെടെ കോൺഗ്രസ് BJPയിലേക്ക് പോകുന്നു, മറ്റേ കോൺഗ്രസിലേക്ക് പോകുന്നു. അത് പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്ത് വർഷങ്ങളായിട്ട് ഇരുന്നവർ വരെ അതിന് തയ്യാറാകുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രതിഫലനങ്ങൾ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് എല്ലാത്തിനും ഇപ്പോൾ BJPയിൽ ഒരു കാലഘട്ടത്തിൽ മിണ്ടില്ലായിരുന്നല്ലോ. പക്ഷേ BJPയിൽ തന്നെ ഇപ്പം പുതിയ പ്രതിഭാസം കണ്ടുവരുന്നു. പല സ്റ്റേറ്റിലും ചേരി തിരിഞ്ഞ് ഓഫീസിന് മുമ്പിൽ തമ്മിൽ തല്ലുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ കാലത്തിന് വരുന്ന മാറ്റം അനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കൂടി വരുന്നുണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ടത്. ഈ സാറ് ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി യഥാർത്ഥത്തിൽ ഈ BJPയിൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ നേതൃത്വം വളരെ മോശമാണ്, തുറന്നു പറയുകയാണ്. അല്ലെങ്കിൽ ഇത്രയധികം ഇതിങ്ങനെയല്ലല്ലോ. BJPയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ വളർച്ച പോലെയല്ല. ഒരു സീറ്റ് പോലും ഇല്ലാതെ ഈ BJPക്കാർ കടിപിടി കൂടുന്ന ഒരവസ്ഥയാണ്. അതെ, ഇപ്പോൾ ഈ സമവാക്യമല്ല ഗ്രൂപ്പുകളുടെ ഒരു ഒഴുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കണ്ടത് കോൺഗ്രസിൽ മാത്രമാണ്. കോൺഗ്രസിൽ അതിപ്പോഴും എല്ലാ നേതാവും മുൻപ് 2-3 ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിലെങ്കിൽ. ഇന്ന് ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പായി മാറി. പക്ഷേ അപ്പോഴും ഈ BJP CPM പോലെയുള്ള കേഡർ പാർട്ടികളിൽ ഇത്തരം പ്രതിഭാസങ്ങൾ നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ അതിപ്പം അത് വ്യാപകമാണ്. BJPയെ സംബന്ധിച്ച് BJPക്ക് ഇല്ലാത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീഡർഷിപ്പിന് ഉള്ളിലുള്ള ഗ്രൂപ്പ് വൈരങ്ങൾ അതൊരു പരിധി വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതാണ് കാരണം അണികളെ സംബന്ധിച്ചും കോമൺ പബ്ലിക്, ഒരു സാമാന്യ ജനം BJPക്ക് ഇന്ന് വോട്ട് ചെയ്യാൻ തയ്യാറാണ് കേരളത്തിൽ. നിഷ്പക്ഷരായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. BJPയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്ന വലിയൊരു വിഭാഗം ജനം കേരളത്തിൽ വളർന്നു വന്നു കഴിഞ്ഞു. അത് എവിടെയാണ്? സ്ത്രീകളും യുവാക്കളും. അവിടെയാണ് അത് കാണുന്നത്. പക്ഷെ അതൊരു കേന്ദ്ര നേതൃത്വത്തെ കണ്ടുകൊണ്ടാണ്. അത് മോഡി എന്ന് പറഞ്ഞൊരു ഫാക്ട് തന്നെയാണ്. BJPയുടെ പ്രത്യയശാസ്ത്രമോ RSSന്റെ അജണ്ടയോ ഒന്നുമല്ല. അത് ബാധിക്കുന്നില്ല, അവരത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആയിക്കോട്ടെ, വരട്ടെ, എന്താ കുഴപ്പം? ഈ രണ്ടുപേരും എന്തിനാ അവരെ പേടിക്കുന്നത്? നമ്മൾ നോക്കുമ്പോൾ യുവാക്കൾ, ചെറുപ്പക്കാരായ പെൺകുട്ടികൾ വരെ പല സർവേകളിലും നമ്മൾ കണ്ടപ്പോൾ അവർ പറയുന്നത് മോഡി വരട്ടെ സാർ. അദ്ദേഹത്തിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നത്. അതിന് വ്യക്തമായൊരു ഉദാഹരണം ഈ BJP എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ വന്ന ഉടനെ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ ഒന്നുമില്ല. മറ്റൊന്ന് നമ്മൾ തുറന്ന് സമ്മതിക്കണം. നമ്മുടെ ചാനലിന് രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ വളരെ ശക്തമായൊരു നിലയിലെത്തിയത് BJP അധികാരത്തിലെത്തിയെന്ന് ശരിയാണ്. 2, ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അതെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. അവിടെ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഒരു സ്വീകരണം, ഒരു സ്നേഹവും ഈ UAE തന്നെ ഉള്ള അതൊക്കെ UAE-ലല്ലേ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും കിടക്കുന്നത്. അവിടുത്തെ അവരെല്ലാം ഇദ്ദേഹത്തോട് കാണിക്കുന്നത്. അപ്പം വിദേശ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ക്രൈസ്തവ രാഷ്ട്രങ്ങൾ മോദിയെയും BJPയെയും ഇത്രയും അധികം ചേർത്ത് പിടിക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് അറബി രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാമിക നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അമ്പലം വരുന്നു, ഒരു ക്ഷേത്ര സമുച്ചയം വരുന്നു. അതെ, അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? ജനങ്ങളോടെ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഈ നിഷ്പക്ഷ ജനതയുടെ ഇടയിൽ ഉണ്ടായി. പക്ഷേ അത് BJP നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഇവിടെ. അതൊരു പ്രശ്നം തന്നെയാണ്.
സാർ നമുക്ക് വളരെ കൗതുകമുള്ളൊരു ഒരു മണ്ഡലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കൊല്ലം. കൊല്ലം സാർ നമുക്കറിയാം, കൊല്ലത്തെ ഈ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. പക്ഷേ ലോക്സഭാ മണ്ഡലം മൂന്നാമത് തവണയാണ് നിരന്തരം തുടർച്ചയായി മൂന്നാമത് തവണയാണ് NK പ്രേമചന്ദ്രൻ UDFിന്റെ സ്ഥാനാർത്ഥിയാവുന്നത്. കഴിഞ്ഞ തവണ 51.61% വോട്ട് നേടിയ ഒരിടമാണ്. 1,00,000 മുകളിൽ വോട്ട്. ഈ കശുവണ്ടി ഫാക്ടറികളും കശുവണ്ടി തൊഴിലാളികളും ഒക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ നഗരമെന്നാണല്ലോ ദേശിംഗ നാട് അറിയപ്പെടുന്നത്. MLA ആണ്. MLA MPയും തമ്മിൽ മത്സരം നടക്കുന്ന LDFിന്റെ സ്ഥാനാർത്ഥി മുകേഷാണ്. സത്യത്തിൽ ഞാനൊരു കാര്യം തുറന്നു പറയാം. അത് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പാർട്ടിയിൽ അത്യാവശ്യം CPMൽ അത്യാവശ്യം ഒരു സ്ഥാനത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പേര് പറയാൻ നിവർത്തിയില്ല. നേരിട്ടുള്ളൊരു സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, പാർട്ടി മുകേഷിന് പണി കൊടുത്തതാണ്. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അതെന്താ, ഈ മുകേഷിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് 5 പൈസ ചെലവില്ല. പിന്നെ അയാൾ എന്തായാലും തോക്കും. മുകേഷ് എന്തായാലും തോക്കും. അതോടുകൂടിയിട്ട് പുള്ളിയുടെ പരിപാടിയും കഴിഞ്ഞു. ഇത് എന്നോട് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞാണ്. അപ്പോൾ മുകേഷ് അവിടെ മുകേഷിന്റെ വരവോടുകൂടി പ്രേമചന്ദ്രൻ ഒന്നുകൂടി ഒരു പടി കൂടി സേഫ് കോർണറിലേക്ക് മാറി സുരക്ഷിതാവണം. NK പ്രേമചന്ദ്രനെ എതിർക്കാനുള്ള ഒരു മരുന്നും LDFിലില്ല. പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചു എന്ന് പറയുന്ന ഒരു തെറ്റാണോ? ഈ പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ MP ഉണ്ടായത് കൊണ്ടാണ്. ഈ LDFിന് ആകെ ആലപ്പുഴയിലുള്ളൊരു MP അല്ലേ ഉള്ളൂ. അതൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ, അതൊക്കെ ഇതൊക്കെ അർഹിക്കുന്ന അവഗണനയോട് കൂടി കൊല്ലത്തെ. പിന്നെ അവിടെ കൊല്ലം UDFിന് 100%. പക്ഷേ BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ് കൊല്ലം. വോട്ടിംഗ് ശതമാനം കൂട്ടും, അത് ഉറപ്പാണ്. മറ്റൊന്ന്, നിയമസഭയിൽ ചാത്തന്നൂർ നിയോജക മണ്ഡലം 2ാം സ്ഥാനത്ത് ഉള്ള BJP ആണ്. ഗോകുമാർ സാർ 2 തവണ. അങ്ങനെയുള്ള RSSന്റെ ഒരു വലിയ ശക്തി കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, കഴിഞ്ഞ തരത്തിൽ നമുക്ക് KN ബാലഗോപാലായിരുന്നു സ്ഥാനാർത്ഥി. എന്നിട്ടാണ് ഇത്രയും കൂടിയത്. അപ്പോൾ 36.24% അദ്ദേഹം നേടിയ വോട്ട്. അപ്പം മുകേഷ് 20% വ്യത്യാസം 20% വോട്ടിന്റെ വ്യത്യാസം, വലിയ വ്യത്യാസം. അപ്പം എന്ത് തന്നെയായാലും മുകേഷിന് ഒട്ടും തന്നെ അവിടെ മുന്നേറാൻ സാധിക്കില്ല. കാരണം പാർട്ടി ഘടകങ്ങൾ പോലും അനുകൂലമല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ കൊല്ലം UDFിന് RSP സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രൻ തന്നെ നേടും. അതിന് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലേ ഉള്ളൂ സംശയം. ഇനി നമുക്ക് സാർ വരേണ്ടത് നമ്മുടെ പ്രിയങ്കരമായ ഒരു മണ്ഡലം പൊന്നാനിയാണ്. പൊന്നാനി 47 വർഷമായി പൊന്നാനി മുസ്ലിം ലീഗിൻ്റെ കുത്തക മണ്ഡലം. പൊന്നാനിയെ ചുവപ്പിക്കാനോ കാവി പിടിപ്പിക്കാനോ ഒന്നും നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. അവിടെ ഇപ്പോൾ നിലവിൽ നമ്മുടെ ET മുഹമ്മദ് ബഷീർ സാഹിബാണ് MP. 51.29% വോട്ടോട് കൂടിയിട്ടാണ് അവിടെ അബ്ദുൾ സമദാനി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വലിയ നേതാവാണ്. പണ്ഡിതനാണ്, നേതാവാണ്, മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. മറ്റവർ മോശമെന്നല്ല പറയുന്നത്. അപ്പോൾ ഇത്തവണ KS ഹംസയാണ് CPMന് വേണ്ടി മത്സരിക്കുന്നത്. നിവേദിത സുബ്രഹ്മണ്യനാണ്. യുവമോർച്ചയുടെ നല്ല നേതാവാണ്. തോൽക്കാൻ വേണ്ടിയല്ലല്ലോ ആരും മത്സരിക്കുന്നത്. അപ്പോൾ എന്തായാലും പൊന്നാനി അബ്ദുൾ സമദ് സമദാനിയിലൂടെ UDF നിലനിർത്തും. അപകടകരമില്ലാത്ത ഒരു സോണിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും ഒന്നും എതിർത്ത് പറയാൻ സാധിക്കാത്തൊരു നേതൃത്വം കൂടിയാണ്. അപ്പോൾ ഈ 6 മണ്ഡലങ്ങൾ ചർച്ച പിന്നിടുമ്പോൾ 6ൽ ആലത്തൂർ ഒഴികെയുള്ള 5 UDFിന് പക്ഷത്ത് സാധ്യത സുരക്ഷിതമാണ് ഇപ്പോഴത്തെ സാഹചര്യം. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളത് ഈ 8 എടുത്തത് UDFിന് വേണ്ടി വോട്ട് ചോദിക്കാനല്ല, അങ്ങനെ ആരും കരുതണ്ട. അതെ, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കണം. ഇനി നമുക്ക് പിന്നെ നമ്മളിപ്പോൾ 50%-ലേറെ വോട്ട് നേടിയ മണ്ഡലങ്ങൾ എന്ന പാറ്റേണിലാണ് അതാണ് എടുത്തിരിക്കുന്നത്. അതെ. അടുത്തത് നമ്മൾ മറ്റൊരു തലത്തിലേക്ക് ചർച്ച മാറുന്നത്. സാർ, നമ്മൾ ഹൈടെക് സിറ്റി എറണാകുളത്തേക്ക് വരികയാണ്. എറണാകുളം UDFിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് UDFിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. വളരെ യുവ നേതാവായ ദേശീയ തലത്തിൽ തന്നെയുള്ള നേതാവ് ഹൈബീഡൻ 50.78% വോട്ട് നേടിയ മണ്ഡലമാണ്.
അപ്പോൾ അവിടെ നമ്മുടെ ഇത്തവണ കഴിഞ്ഞ വർഷം പി രാജീവായിരുന്നു കാൻഡിഡേറ്റ് LDF ഗംഭീര കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് 33.3% വോട്ട് മാത്രമാണ് നേടാനായത്. അൽഫോൺസ് കണ്ണന്താനം BJP 14% കൂടുതൽ വോട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ അൽഫോൺസ് കണ്ണന്താനമൊക്കെ സൈലന്റ് ആണ് എന്നുള്ളത് മറ്റൊരു ദുഃഖകരമായ സത്യം. അപ്പോൾ അതുകൊണ്ട് സാർ ഇത് നമുക്ക് എറണാകുളം ഹൈബീഡന്റെ കയ്യിൽ അല്ലേ? അതെ, ഷൈൻ ടീച്ചറെയാണ് ഇപ്പോൾ ഇത്തവണ LDF രംഗത്തിറക്കിയത്. ഷൈൻ ടീച്ചർ ഇറങ്ങിയപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത്, ഇങ്ങനൊരാളിനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ആദ്യമായിട്ട്. CPM-നെ സംബന്ധിച്ച് CPM-ന്റെ ഒരു കാൻഡിഡേറ്റിനെ ഒരു പുതുമുഖത്തെ ഒന്നും പെട്ടെന്ന് രംഗത്തിറക്കുന്ന ഒരു പാരമ്പര്യം ഉള്ളൊരു പാർട്ടിയല്ല CPM. അപ്പോൾ അവിടെ പുതുമുഖമാണെന്ന് പറയാൻ പറ്റില്ല. അവർ പരവൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ്, അധ്യാപക സംഘടനയുടെ വളരെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നു. എങ്കിലും ഈ ഒരു പാർട്ടി ലീഡർ എന്ന നിലയിൽ എറണാകുളത്ത് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഷൈൻ ടീച്ചർക്ക് എത്രത്തോളം കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പ്രചരണത്തിൽ അവർ മുന്നേറി, പ്രചരണത്തിൽ ഒട്ടേറെ പാർട്ടി സംവിധാനമാണ്. അതെ, പാർട്ടി സംവിധാനമാണ്. പ്രചരണത്തിൽ അവർ മുൻകൈ നേടിയെങ്കിലും പെട്ടെന്ന് സ്വല്പം വൈകിയെങ്കിലും ഹൈബിയുടെ ഒരു എൻട്രി മാസ് എൻട്രിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു മുഖം കൂടെ നമ്മൾ കാണുക. ഈ ഫ്ലക്സിനൊക്കെ കുറച്ച് നിരോധനമൊക്കെ വന്ന സമയത്ത് പോസ്റ്ററുകൾ, വളരെ ഹൈടെക് പോസ്റ്ററുകൾ, സിനിമ പോസ്റ്ററുകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള പോസ്റ്റർ പ്രചരണം. ഹൃദയത്തിൽ ഹൈബി. അത് മാത്രമേ പറയുന്നുള്ളൂ, ഒട്ടും ചോദിച്ചില്ല. പക്ഷേ ആ പോസ്റ്റർ ശ്രദ്ധിക്കപ്പെട്ടു, ഗംഭീരം ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ ആ തരത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ, നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് എറണാകുളം മണ്ഡലം UDF-നൊപ്പമാണെന്ന കാര്യത്തിൽ വേറൊരു സംശയം ഇപ്പം പറയാൻ പറ്റുന്നില്ല. സാറ് ഈ പോസ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കൊല്ലത്തുകൊണ്ട് ഒരു പ്രത്യേക പോസ്റ്റർ, നമ്മുടെ ഈ ഈടെ ഭയങ്കര ഗംഭീര വിജയം നേടിയ ഒരു മലയാള സിനിമയാണ് പ്രേമലു. കൊല്ലത്തിൻ്റെ പ്രേമലു, NK പ്രേമേന്ദ്രൻ പറഞ്ഞിട്ട് നല്ല രസമുള്ള പോസ്റ്ററാണ്. സാർ നമുക്കിനി തിളയ്ക്കുന്ന രാഷ്ട്രീയമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ തിളയ്ക്കുന്ന മണ്ണുള്ള ഒരു ഇടമാണ് കണ്ണൂരുകാരങ്ങനെയാണ്. വെട്ടിക്കൊല്ലുന്നതിനും അവരുടേതായ ആത്മാർത്ഥത കാണിക്കുന്ന ഒരിടമെന്നൊക്കെ പറയാം, സ്നേഹിക്കുന്നതിനും അങ്ങനെ തന്നെ. രാഷ്ട്രീയം അത് രക്തത്തിൽ അമിതമായി ചേരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്, മറ്റുള്ള രാഷ്ട്രീയത്തിലെ നന്മകൾ തിരിച്ചറിയാതെ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ണൂരിൽ നമ്മുടെ അതിശക്തനായ കോൺഗ്രസിൻ്റെ K. സുധാകരൻ തന്നെയാണ് നിലവിലെ. അദ്ദേഹം ഇത്തവണ നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടലുണ്ടായി. ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് സാർ, ഈ ഏകദേശം 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളും LDF സ്ഥാനാർത്ഥികളും സാറി പറഞ്ഞ ചിലർ ഒഴിച്ചു ബാക്കി എല്ലാവരും കഴിവ് തെളിയിച്ചു. UDF-ന്റെ പാനൽ പ്രത്യേകിച്ച് അറിയാത്തവരായ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും പുതുമുഖങ്ങളെ ഒന്നും ഇറക്കി പരീക്ഷിക്കാനോട്ട് നിന്നിട്ടുമില്ല. ഒന്നുമില്ല. നിലവിലുള്ള ആലപ്പുഴ മാത്രമാണ്. ആലപ്പുഴയും ദേശീയ നേതാവായിട്ടുള്ള KC വേണുഗോപാലിനെ ഇറക്കിയത്. അപ്പോൾ അത് പക്ഷെ ഒരു കാര്യം സാർ, ഈ 19 സീറ്റ് കിട്ടുമെന്നുള്ള വ്യാമോഹമൊന്നും ഇത്തവണ UDF-ന് വേണ്ട എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നമ്മൾ ഈ ഒരു യാത്ര ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 12 സീറ്റ് UDF-നും ഒരു 6 സീറ്റ് LDF-നും 1-2 സീറ്റ് BJP-ക്കും ലഭിച്ചേക്കാം. എങ്കിലും നമുക്കൊന്ന് വിലയിരുത്താം. കണ്ണൂരിൽ നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് PK ശ്രീമതി ടീച്ചറായിരുന്നു. 41.26% വോട്ട് അവിടെ നേടി. പക്ഷെ CK പത്മനാഭനായിരുന്നു BJP-യുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം വെറും കേവലം 6.5% വോട്ടിലേക്ക് നിന്നു. ഇത്തവണ MV ജയരാജനെയാണ് LDF രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. വളരെ ശക്തനായ പാർട്ടിയുടെ സഖാവാണ്. അതിനോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ നല്ല വേരുകളും സ്വാധീനവും അണികളും ഒക്കെ ഉള്ളൊരു കാൻഡിഡേറ്റ് തന്നെയാണ്. എന്തായാലും ഈ 50% മുകളിൽ കഴിഞ്ഞ 19-ൽ സുധാകരന് കിട്ടി. സുധാകരൻ തന്നെ സ്ഥാനാർത്ഥി. പക്ഷേ അന്നത്തെ ഒരു സിറ്റുവേഷൻ, അന്നത്തെ ഒരു വികാരമൊന്നും കണ്ണൂരിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നില്ല എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. സുധാകരന് അനുകൂലമായ ആ ഒരു ഘടകം 2019-ലെ അത്രയും ഇന്നില്ല. അദ്ദേഹം KPCC പ്രസിഡന്റാണ്. അതിനോടൊപ്പം തന്നെ ചില വാർത്തകളിലൊക്കെ നെഗറ്റീവ് വാർത്തകളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായി. അങ്ങനെയൊക്കെ ചില വിഷയങ്ങളൊക്കെ രാഷ്ട്രീയമാണ്. ഒരു അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടും ചില എതിർ സ്വരങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നത് കൊണ്ട്
എത്രത്തോളം അതിനെ നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നൊരു. അപ്പോൾ സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ അട്ടിമറി ഉണ്ടായി, ഇദ്ദേഹം MV ജയരാജൻ വിജയിക്കാൻ. MV ജയരാജൻ ഒരു അതിശക്തനായ LDF നേതാവാണ്. പിന്നെ അല്ല തന്നെയല്ല, ഇപ്പോൾ കണ്ണൂരിൽ BJPയുടെ NDAയുടെ കാൻഡിഡേറ്റും കാര്യമായിട്ട് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല. കഴിഞ്ഞ പ്രാവശ്യം 6.1 പത്മനാഭനായിട്ട് സി രഘുനാഥാണ് കാൻഡിഡേറ്റ്. സി രഘുനാഥാണ് ഇത്തവണത്തെ കാൻഡിഡേറ്റ്. വലിയ ചലനങ്ങളൊന്നും BJPയെ സംബന്ധിച്ചും അവിടെ കാഴ്ചവെക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള മത്സരമാണ്, ശക്തമായ മത്സരമാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അട്ടിമറി ഈ 50% എന്ന് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ മണ്ഡലത്തെക്കുറിച്ച് നമുക്കൊരു സേഫ് കോർണർ എന്ന് പറയാൻ പറ്റുന്നില്ല, ഇപ്പൊ പറ്റുന്നില്ല. അപ്പോൾ അതായത് അവിടെ അതിശക്തമായ ഒരു മത്സരം, ത്രികോണ മത്സരവും അല്ല LDF UDF എന്നും. അതെ, നമുക്ക് ഈ 8 മണ്ഡലങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ കഴിഞ്ഞു. അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങൾ ഉടൻ തന്നെ മറ്റു മണ്ഡലങ്ങളിലേക്കും വരും. പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ വരവ് BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അത് എത്രത്തോളം വോട്ടായി മാറുമെന്നൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് തീരുമാനിക്കാം. അതെ, UDF നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രധാനം ഈ സാമ്പത്തിക തകർച്ചയാണ് സംസ്ഥാനത്തുള്ളത്. കടമെടുക്കാൻ നെട്ടോട്ടം ഓടുന്നു, പെൻഷനൊക്കെ കിട്ടാതൊക്കെ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അത് പിന്നെ നമ്മുടെ LDF പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലെങ്കിലും ഭരണനേട്ടങ്ങൾ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേന്ദ്രം പണം നൽകുന്നില്ല, പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞപ്പോൾ ഈ വാദഗതികളും വാർത്താ മാധ്യമ രംഗത്തു നിന്നൊക്കെ ഇതൊക്കെ പിന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ പൗരത്വമായി കഴിഞ്ഞാലും അതേപോലെ തന്നെ കേരള ഗവൺമെന്റിനെതിരായിട്ടുള്ള ഇത്തരം ആരോപണം പ്രത്യാരോപണങ്ങളായാലും വേണ്ട വിധത്തിൽ പ്രതിപക്ഷത്തിനും ഇവിടെ ഉപയോഗപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അത് നമുക്ക് സംശയമുണ്ട്. അത്തരത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2019 20-19 സീറ്റും നേടിയ ഒരു സാഹചര്യത്തിലേക്ക് UDFന് വരാൻ പറ്റുമെന്ന് ഒരു കാരണവശാലും തോന്നുന്നില്ല. ഒരിക്കലും ഉണ്ടാവില്ല. അത് LDFന് നേട്ടമാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയും. രാഷ്ട്രീയ ഇന്ത്യ ശ്രദ്ധിക്കുന്നൊരു വിഷയം BJP കേരളത്തിൽ എന്ത് ചെയ്യും, എത്രത്തോളം ചെല്ലണം. ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുന്നേ നമുക്ക് വിവിധ കൊടികളാകാം, നിറങ്ങളാകാം. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സമത്വ ഭാവനയിൽ സർവ്വജനങ്ങളെയും കാണണം. അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമായി വീതിച്ചു കിട്ടണം. ഞങ്ങൾ ജനാധിപത്യത്തൊപ്പമാണ്. തുടർ ചർച്ചകൾ കാത്തിരിക്കുക. നമസ്കാരം.